വീണ്ടും ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതാണ്, ഡിയുടെ വാല്യൂ, ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ, അതായത് ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ ഇതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഒരു റൂട്ട് ഉണ്ടോ, അത് രണ്ട് റൂട്ട് ഉണ്ടോ, അത് ഇമാജിനറി റൂട്ടാണോ എന്ന് സൊല്യൂഷൻ ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് ഓർക്കുണ്ടാവും അല്ലെ, ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. അതിൽ ആ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ആണ് ഡിസ്ക്രിമിനന്റ് ഡി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഡി എന്നോ എന്തോ പേര് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ ഡി എന്ന് പറയുന്നത് മൂന്ന് ഓപ്ഷനാണ് ഡിക്ക് ഉള്ളത്. ഒന്നല്ലെങ്കിൽ ഡി പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ ഡി സീറോ ആവാം, അല്ലെങ്കിൽ ഡി നെഗറ്റീവ് ആവാം. റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ നമുക്കറിയാം ഇമാജിനറി ആയിരിക്കും, ഇമാജിനറി റിസൾട്ട് ആയിരിക്കും. നെഗറ്റീവ് വന്നാൽ ഡി ലെസ് ദാൻ സീറോ ആണെങ്കിൽ അപ്പൊ റൂട്ട്സ് ഒക്കെ ഇമാജിനറി ആയിരിക്കും, കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. എ പ്ലസ് ഐ ബി അങ്ങനെയുള്ള ഫോമിലായിരിക്കും റൂട്ട്സ്, എ മൈനസ് ഐ ബി. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണോ അല്ലെ? ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒക്കെ 3 കേസസ് അറിയണതല്ലേ നിങ്ങൾക്ക്? ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ 3 കേസ് അറിയണതല്ലേ? ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ സീറോ ആവുക, ലെസ് ദാൻ സീറോ ആവുക, ഈക്വൽ ടു സീറോ ആവുക. ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഒറ്റ റൂട്ട് ഉള്ളൂ. ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ രണ്ട് ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ഉണ്ടാവും, രണ്ട് യുണീക്ക് ആയിട്ടുള്ള ഡിഫറെന്റ് റൂട്ട്സ് ഉണ്ടാവും. മൈനസ് ആണെങ്കിലും രണ്ട് റൂട്ട്സ് ഉണ്ടാവും, പക്ഷെ അത് രണ്ടും കോംപ്ലക്സ് ആയിരിക്കും. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരും. ഇപ്പൊ നമുക്ക് ഡിസ്ക്രിമിനന്റ് ഡി കിട്ടിയത് ഇതാണ്, കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ഡി ലെസ് ദാൻ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. എന്നുവെച്ചാൽ നെഗറ്റീവ് ആണോ എന്നർത്ഥം. ഡി നെഗറ്റീവ് ആണോ എന്നാണ് ചോദിക്കണേ. സീറോ എന്ന് പറഞ്ഞാൽ അതിന് പ്ലസും അല്ല മൈനസും അല്ല. ഡി ലെസ് ദാൻ സീറോ എന്ന് വെച്ചാൽ ഡി നെഗറ്റീവ് ആണോ എന്ന് ചോദിക്കണേ. അപ്പൊ കമ്പ്യൂട്ടർ ഉത്തരം തരും. എന്താ തരിക? ട്രൂ ആണോ ഫോൾസ് ആണോ തരിക? ഇപ്പൊ ഡിയുടെ വാല്യൂ 3.4 ആണ്. ഡിയുടെ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പൊ ഡി ലെസ് ദാൻ ഡി നെഗറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ തരിക? ഫോൾസ് തരും. കണ്ടില്ലേ? ഫോൾസ്. ഡി അപ്പൊ നമ്മള് അതുപോലെ ഡി ഗ്രേറ്റർ ദാൻ സീറോ ആണോ എന്ന് ചോദിച്ചാൽ ഉത്തരം ട്രൂ ആയിരിക്കും. കണ്ടില്ലേ? ഇത് നമുക്കപ്പോ വളരെ യൂസ്ഫുൾ ആണിത്. ഈ ഡിസ്ക്രിമിനന്റിന്റെ 3 കേസ് അനുസരിച്ചിട്ട് അപ്പൊ ഡി ഈക്വൽ ടു സീറോ ആണോ ചെക്ക് ചെയ്യാം. ഹലോ ഹരിഹര. അത് മതി, ഞാൻ ക്ലാസ് എടുക്കാം. അതാ 480. ഓക്കെ, അപ്പൊ ഡി ഈക്വൽ ടു സീറോ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? ഇടയ്ക്ക് ഒരു കോൾ വന്നത് കട്ടായി പോയി. റെക്കോർഡിംഗ് ഒക്കെ ചിലപ്പോൾ കട്ടായി പോകും. എവിടെ ഇല്ല, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഡി ഈക്വൽ ടു സീറോ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ഫോൾസ് ആയിരിക്കും, കാരണം ഡി സീറോ അല്ല, പോസിറ്റീവ് ആണ്. അപ്പൊ ഈ 3 കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് റൂട്ട്സിനുള്ള ഇക്വേഷൻസ് എഴുതാൻ പറ്റും. ഓക്കെ, ഹരിഹര പറഞ്ഞോ. ക്ലാസ് എടുക്ക. മനസ്സിലായില്ലേ? അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചെയ്യാവുന്നത് വേറൊരു കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. 2 കാര്യങ്ങളും കൂടെ പഠിപ്പിക്കാം. പ്രോഗ്രാമിങ്ങിലേക്ക് നമ്മൾ വരുന്നതിന് മുന്നേ ഇതൊക്കെ കുറെ പഠിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ആദ്യം പഠിപ്പിക്കണേ. അപ്പൊ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? 2 സൈഡ് കമ്പയർ ചെയ്തിട്ട് ഐദർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോണത് ഓൾറെഡി ഞാൻ മുമ്പ് പറഞ്ഞതാണ്, സ്ട്രിങ്. വേറൊരു ടൈപ്പ് വേരിയബിൾ ആണ് സ്ട്രിങ് വേരിയബിൾ. നമ്മൾ നേരത്തെ 2-3 ടൈപ്പ് വേരിയബിൾ നമ്മൾ പഠിച്ചു. ഇന്റിജർ, ഫ്ലോട്ട് അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്റിജർ നിങ്ങൾക്ക് അറിയാം,
എ ഈക്വൽ ടു 9. ഇത് ഇന്റിജർ ആണ്. അപ്പൊ നമ്മൾ ടൈപ്പ് ഓഫ് എ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റ് എന്ന് എഴുതി കാണിക്കും. കണ്ടാ, ഇന്റ് മീൻസ് ഇന്റിജർ. ഇനി നമ്മള് ബി ഈക്വൽ ടു വേറെ എന്തെങ്കിലും ഒരു ഫ്ലോട്ട് ആക്കാം, 2.7. ബി ഈക്വൽ ടു 2.7. ഇപ്പൊ നമ്മൾ ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈപ്പ് ഓഫ് ബി ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോട്ട് ആയിരിക്കും. കണ്ടാ, ഫ്ലോട്ട്. റിയൽ നമ്പറിനെ ഫ്ലോട്ട് എന്നാണ് പറയാ. കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ ഫ്ലോട്ടിംഗ് നമ്പർ എന്നാ പറയാ, ഫ്ലോട്ട്. ഓക്കെ, അപ്പൊ ഇന്റിജർ പഠിച്ചു, ഫ്ലോട്ട് പഠിച്ചു. പിന്നെ നമ്മള് കോംപ്ലക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അതിലേക്കൊന്നും ഞാൻ പോണില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് നമ്പേഴ്സ് ആണ്, അരിത്തമെറ്റിക്. ഇനി വേറെ ഒരു ടൈപ്പ് വേരിയബിൾ ആണ് സ്ട്രിങ് ടൈപ്പ് വേരിയബിൾ. അപ്പൊ ഇതൊക്കെ അരിത്തമെറ്റിക് ടൈപ്പ് വേരിയബിൾസ് ആണ്. ഇനി പഠിക്കാൻ പോണത് സ്ട്രിങ് വേരിയബിൾസ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. എ വേരിയബിൾ നെയിം ഇഷ്ടമുള്ള നിങ്ങൾ മുമ്പത്തെ പോലെ തന്നെ എ ഈക്വൽ ടു, നിങ്ങൾക്ക് സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ക്രൈസ്റ്റ് കോളേജ് എന്ന് ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കാം. സിംഗിൾ കോട്ട്സ് ആണെങ്കിൽ സിംഗിൾ കോട്ട്സിൽ അവസാനിപ്പിക്കണം. കേട്ടാ, എ ഈക്വൽ ടു ക്രൈസ്റ്റ് കോളേജ്. ഇപ്പൊ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്റ്റ് കോളേജ് എന്ന് എഴുതി കാണിക്കും, അല്ലെങ്കിൽ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് കോളേജ് എന്ന് എഴുതി കാണിക്കും. പ്രിന്റ് ബ്രാക്കറ്റിൽ എ, ഓക്കെ, പാരന്തസിസിൽ എ. നോക്കൂ, രണ്ട് വ്യത്യാസം കണ്ടില്ലേ? എ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ സിംഗിൾ കോട്ട്സ് ഇട്ട് പ്രിന്റ് ചെയ്യും ഈ പ്രോംപ്റ്റില്. പ്രിന്റ് എ എന്ന് പറഞ്ഞാൽ കോട്ട്സ് ഇല്ലാണ്ട് ക്രൈസ്റ്റ് കോളേജ് എന്ന് പ്രിന്റ് ചെയ്യും. ഞാനൊരു അണ്ടർസ്കോർ കൊടുത്തിട്ടുണ്ട്. ക്രൈസ്റ്റ് ഗ്യാപ്പിന് പകരം ഒരു അണ്ടർസ്കോർ കോളേജ് എന്ന് കൊടുത്തിരിക്കുന്നത്, ക്രൈസ്റ്റ് കോളേജ്. ഓക്കെ, ഇനി സ്ട്രിങ് മാനിപ്പുലേഷൻ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാന്നൊക്കെ ഇന്നലെ ഞാൻ കാണിച്ചതാണ്. ഇന്ന് കാണിക്കാൻ പോണത് നമുക്കപ്പോ പ്ലസ് ഉപയോഗിച്ചിട്ട് കൺകാറ്റനേറ്റ് ചെയ്യാം, ആസ്ട്രിക് ഉപയോഗിച്ചിട്ട് സ്ട്രിങ് റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ഇന്ന് കാണിക്കണില്ല. ഇനി വേറൊരു കാര്യം പറയാൻ പോണ സ്ട്രിങ്ങിന്റെ. സ്ട്രിങ്ങിനെ നമുക്ക് സ്ലൈസ് ചെയ്യാം. സ്ട്രിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ സ്ലൈസ് ചെയ്തെടുക്കാം. അതായത് ഇതിന്റെ ഓരോ പീസുകൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ഇതിനെങ്ങനെയാ സ്ലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഈ സ്ട്രിങ്ങിന്റെ പേര് എ എന്നാണ്, എ സ്മോൾ എ ആണ് പേര്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഈ ഓരോ ക്യാരക്ടേഴ്സിനെയും ഓരോ നമ്പർ കൊടുത്തിട്ട് നമുക്ക് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്യാപിറ്റൽ സീനെ പറയണത് 0 എന്നാണ്, 0. പിന്നെ എച്ചിനെ ക്രൈസ്റ്റിൽ എച്ചിനെ പറയണത് 1 ആണ്. അപ്പൊ എങ്ങനെ ഇൻഡെക്സിങ് ചെയ്യണേ? 0, 1, 2, 3, 4, 5 അങ്ങനെയാണ് ഇത് ഇൻഡെക്സ് ചെയ്യണേ ഓരോ ക്യാരക്ടറിന്. അപ്പൊ നമ്മൾ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എ എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളില് നമ്മൾ 0 കൊടുത്താൽ എന്ത് കിട്ടും? ആദ്യത്തെ ക്യാരക്ടർ കിട്ടും. കണ്ട, ക്യാപിറ്റൽ സി കിട്ടും. മനസ്സിലായോ? ഇനി A1 കൊടുത്താലോ? A1 കൊടുത്താൽ എന്ത് കിട്ടും? എച്ച് കിട്ടും. കണ്ട, അതായത് ഈ സ്ട്രിങ്ങിലെ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. അതിൽ ഓരോ ക്യാരക്ടേഴ്സിന് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ സ്ട്രിങ് മാനിപ്പുലേഷൻ ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് സ്ട്രിങ് ഒക്കെ ആവശ്യം വരിക? നമുക്കറിയാം, സ്ട്രിങ് എപ്പോഴാണ് ആവശ്യം വരിക? ഒരാളുടെ പേര് കൊടുക്കണമെങ്കിൽ, അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ. ഇപ്പൊ നമ്മുടെയൊക്കെ പേര് സ്ട്രിങ് അല്ലേ, അല്ല ആൽഫബറ്റ്സ് മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ പേര് ഷാജു, അപ്പൊ SHAJU. അതൊരു സ്ട്രിങ്, അതൊരു നമുക്ക് പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു സ്ട്രിങ് വേരിയബിൾ ആക്കിയിട്ട് കൊടുക്കണം. എന്റെ പേര് വേണമെങ്കിൽ പ്രോഗ്രാമിങ് ശരിക്കും പറഞ്ഞാൽ ഈ ഡാറ്റാബേസസ് ആയിട്ടൊക്കെ ഒരുപാട് കണക്ഷൻ ഉണ്ട് ഇതിന്. നമുക്കൊരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ട്, ഇപ്പൊ നിങ്ങളുടെ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും 4400 പിള്ളേരുണ്ട്, 4437 കുട്ടികളുണ്ട് ഈ കൊല്ലം. അപ്പൊ അവരുടെ പേരുകളെല്ലാം കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യണം, വേണ്ടേ? അത് ചിലപ്പോൾ എക്സൽ ഷീറ്റ് ആവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവാം, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് ആവാം. ഈ ഡാറ്റാബേസിൽ മുഴുവൻ നിങ്ങളുടെ പേരുകൾ സ്റ്റോർ ചെയ്യണം. അപ്പൊ പേരുകൾ സ്റ്റോർ ചെയ്യുന്നത് സ്ട്രിങ് ടൈപ്പ് ആയിട്ടാണ്.
മനസ്സിലായോ? പൈത്തണിൽ അത് തന്നെ. പലതരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്നത് പൈത്തൺ. പൈത്തണില് ഇപ്പൊ നിങ്ങൾക്ക് ഒരു നെയിം അല്ലെങ്കിൽ അഡ്രസ്സ് അതൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്ട്രിങ് വാരിയബിൾ ആയിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? നോർമലി ഇപ്പൊ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ പേര് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റേണ്ട ആവശ്യമില്ല. സ്ട്രിങ്ങിനെ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്റെ പേര് ഷാജു KY എന്നാണ്. അപ്പൊ അത് ഞാൻ ഒരു കൊല്ലം കഴിയുമ്പോൾ ഷാജു KY 1 എന്നൊന്നും ആവില്ല. എന്റെ പേര് എപ്പോഴും നമ്മള് മരിച്ചു പോണ വരെ പേരിന് മാറ്റില്ല. ഷാജു KY എന്ന് തന്നെയായിരിക്കും പേര്, അല്ലേ? അല്ലാതെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഷാജു KY 1, ഷാജു KY 2 അങ്ങനെയൊന്നും വരില്ല. അപ്പൊ സ്ട്രിങ് എപ്പോഴും എന്റെ പ്രത്യേകത എന്താണ്? സ്ട്രിങ്ങിന്റെ പ്രത്യേകത ഒരിക്കലും മാറ്റമില്ലാത്ത സംഗതികൾ, പേര്, അഡ്രസ്, അതുപോലെ എന്താണ് ഇപ്പൊ നിങ്ങളുടെ പിൻകോഡ്, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇതൊക്കെ സ്ട്രിങ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്താൽ മതി. അത് നമുക്ക് ഇടയ്ക്ക് അത് നമുക്ക് ഇപ്പൊ സ്ട്രിങ് ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പേര് വേറെ ആളുടെ പേരിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ് ഒന്നും അധികം ചെയ്യണ്ട സ്ട്രിങ്ങിനെ. എന്നാലും പൈത്തൺ ഈ സ്ട്രിങ് മാനിപ്പുലേഷൻസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യും. മറ്റുള്ള ലാംഗ്വേജസ് ഒക്കെ ഒന്നും അത്രയധികം സപ്പോർട്ട് ചെയ്യില്ല. സ്ട്രിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട് പിടിച്ചതാണ്. കാരണം ഈ നമുക്കറിയാം നമ്പേഴ്സ് ആകെ 10 ഉള്ളൂ. 0 to 9 വരെ നമ്പേഴ്സ് ഉള്ളൂ, 10 ഉള്ളൂ. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 26 ലെറ്റേഴ്സ് സ്മോൾ ലെറ്റർ ഉണ്ട്, 26 എണ്ണം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ തന്നെ എത്ര 52 എണ്ണം ഉണ്ട്. ഇതിനൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ലാംഗ്വേജിന് ഭയങ്കര പവർഫുൾ ആയിരിക്കണം. മറ്റുള്ള ലാംഗ്വേജസ് ഒന്നും സ്ട്രിങ് ഉണ്ട്, പക്ഷെ ഇതുപോലെ പ്രോസസ്സിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ പൈത്തൺ ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ട് സ്ട്രിങ്ങിനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന പോലെ പൈത്തൺ സ്ട്രിങ് സപ്പോർട്ട് ചെയ്യും. ക്ലിയർ ആയില്ലേ? ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഇൻഡെക്സ് മനസ്സിലായില്ലേ? ക്യാപിറ്റൽ C എന്ന് പറഞ്ഞത് 0, H 1, R എത്രയായിരിക്കും 2, I 3, S 4, T 5, _ 6. അപ്പൊ A6 കൊടുത്താൽ എത്ര കിട്ടുക? A6 കൊടുത്താൽ എന്ത് കിട്ടും? ഇവിടുന്ന് എണ്ണി നോക്കാം. 0, 1, 2, 3, 4, 5, 6 _ ക്യാരക്ടർ കിട്ടും. കേട്ടാ, _ ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടില്ലേ? ഇനി A7 കൊടുത്താലോ വീണ്ടും ക്യാപിറ്റൽ C കിട്ടും. കോളേജിന്റെ C എന്ന് മാത്രം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെ ഓരോ ക്യാരക്ടറിനെയും ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട് സ്ട്രിങ്ങിന്റെ. ഒരു സ്ട്രിങ്ങിലുള്ള എല്ലാ ക്യാരക്ടറിനെയും പൈത്തൺ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം. ക്ലിയർ ആയില്ലേ? അപ്പൊ സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് മനസ്സിലായില്ലേ? ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0 ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡിൽ നിന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ -1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ലാസ്റ്റ് കാണുന്ന E ഇല്ലേ, അതിന്റെ -1 ആണ്. -2 കൊടുത്താൽ G കിട്ടും, കോളേജിന്റെ G കിട്ടും. കാണിച്ചു തരാം. A -1 എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? E കിട്ടും നിങ്ങൾക്ക്, സ്മോൾ E. A -2 നിങ്ങൾക്ക് എന്ത് കിട്ടും? G കിട്ടും. കണ്ടാ, റൈറ്റ് സൈഡിൽ നിന്നുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇൻഡെക്സ് കൗണ്ട് ചെയ്യാം. അപ്പൊ പക്ഷെ -1, -2, -3 എന്ന് കൗണ്ട് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ നിന്നാണെങ്കിൽ 0, 1, 2, 3 അങ്ങനെ കൗണ്ട് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ ഒരു സ്ട്രിങ്ങിന്റെ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇൻഡെക്സ് ചെയ്യും പൈത്തൺ. ലെഫ്റ്റ് സൈഡിൽ നിന്നാണെങ്കിൽ 0, 1, 2, 3 എന്ന് ഇൻഡെക്സ് ചെയ്യും. റൈറ്റ് സൈഡിൽ നിന്നാണെങ്കിൽ -1, -2 എന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് ഇൻഡെക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഇനി ഈ സ്ട്രിങ്ങിന്റെ ഒരു പോർഷൻ വേണമെന്ന് വെച്ചോ. ഇപ്പൊ ഈ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുന്നത് ഒറ്റ സ്ട്രിങ് ആണ്, കണ്ടില്ലേ? ക്രൈസ്റ്റ് കോളേജ് A എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. ഇനി പറയാൻ പോണത് സ്ലൈസ് ചെയ്ത് ഈ സ്ട്രിങ്ങിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസസ് ആക്കിയിട്ട് എടുക്കാം.
ഒരു ക്യാരക്ടർ മതിയെങ്കിൽ നമ്മൾ ആ ഇൻഡെക്സ് മാത്രം പറഞ്ഞാൽ മതി. ഇനി എനിക്ക് ഈ ക്രൈസ്റ്റ് കോളേജ് എന്നുള്ള ഒറ്റ വാക്കാണ്, അതിൽ നിന്ന് ക്രൈസ്റ്റ് മാത്രം വേണമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കോളേജ് മാത്രം വേണമെന്ന് വിചാരിക്കാം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇതിനെ സ്ലൈസ് ചെയ്തെടുക്കാം. സ്ലൈസിങ് ഓഫ് സ്ട്രിങ്സ്, മുറിച്ചെടുക്കാം. മനസ്സിലായില്ലേ? ഈ സ്ട്രിങ്ങിനെ മുറിച്ചെടുക്കാം. അതാണ് ഇപ്പൊ നമുക്ക് ക്രൈസ്റ്റ് എത്ര ടി എത്രാമത്തെയാന്ന് നോക്കിയും 0 1 2 3 4 5 ആണ് ടി അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി, എ സ്ക്വയർ ബ്രാക്കറ്റ് 0 എന്ന് തുടങ്ങണം. ഓക്കെ, എന്നിട്ട് കോളൻ ഇടണം, കോളൻ. എന്നിട്ട് എവിടം വരെ പോണം? 5 അല്ലേ പറഞ്ഞ്? 5 വരെ പോണം. കണ്ട, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ക്രൈസ്റ്റ് എന്ന് മാത്രം കിട്ടും. ഇപ്പൊ എ 0:5 എന്ന് പറഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? ക്രൈസ്റ്റ് അല്ല, സോറി, ആട്ടോട്ടാ, തെറ്റിണ്ട്. 0 1 2 3 4 5. ആ, തെറ്റി. ഇവിടെ 5 കൊടുത്താൽ പോരാ. ഇൻഡെക്സ് കൊടുക്കുമ്പോൾ, ഇങ്ങനെ സ്ലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? 0 1 2 3 4 5. 0 to 5 കൊടുത്താൽ കിട്ടില്ല, 6 കൊടുക്കണം. 0 to 6 കൊടുത്താൽ ക്രൈസ്റ്റ് കിട്ടും. നോട്ടെ, 1 കൊടുത്തോട്ടോ, 1. ആ, അപ്പൊ ശരിയാ. അപ്പൊ എന്താ കൊടുക്കണ്ടേ? എ 0 to 6 കൊടുത്താലാണ് ക്രൈസ്റ്റ് എന്ന് കിട്ടുള്ളൂ. അപ്പൊ 0 സ്റ്റാർട്ട് ചെയ്യണം, 6 ക്യാരക്ടേഴ്സ് കൊടുക്കണം. 1 2 3 4 5 6. അതാണ് അതിന്റെ അർത്ഥം. എ 0-ൽ നിന്ന് തുടങ്ങണം, എന്നിട്ട് 6 ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യണം. അതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആയോ? ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. എ 1-ൽ നിന്ന് തുടങ്ങിയാൽ എന്ത് കിട്ടും? എച്ച് തുടങ്ങും. എന്നിട്ട് ആദ്യത്തെ 6 ക്യാരക്ടർ വരെയുള്ളത് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. 1-ൽ നിന്ന് തുടങ്ങിയാൽ ആദ്യത്തെ 6 ക്യാരക്ടർ ആണ് ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പൊ 2 തുടങ്ങിയാലും കണ്ട 6-ൽ നിന്ന് തുടങ്ങും, പക്ഷെ ആദ്യത്തെ 6 ക്യാരക്ടേഴ്സിലെ ഈ 2 എണ്ണമാണ് ഡിസ്പ്ലേ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഓരോന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പൊ 3 കൊടുത്താൽ ഇതിങ്ങനെ കിട്ടും, 4 കൊടുത്താൽ ഇതിങ്ങനെ കിട്ടും. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം എങ്ങനെയാണ് സ്ലൈസ് ചെയ്യണമെന്ന് മനസ്സിലാക്കി എടുക്കാം. അപ്പൊ ഫസ്റ്റ് 6 ക്യാരക്ടേഴ്സിലെ 4 തുടങ്ങിയുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇത് സ്ലൈസ് ചെയ്യണത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സ്ലൈസിങ് ഓഫ് സ്ട്രിങ്സ് എന്ന് പറയാം. സ്ലൈസിങ് ഓഫ് സ്ട്രിങ്സ്, സ്ലൈസ് ചെയ്യാന്ന് പറയും. ഇനി ഫസ്റ്റ് ക്യാരക്ടർ ഫസ്റ്റ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വെറുതെ കോളൻ 6 എന്ന് പറഞ്ഞാലും ക്രൈസ്റ്റ് എന്ന് കാണിക്കും. എ കോളൻ 6 എന്ന് പറഞ്ഞാൽ 6 ക്യാരക്ടർ കാണിക്കും. മനസ്സിലായില്ലേ? ഇതുപോലെ നമുക്ക് മൈനസ് വെച്ചിട്ടും ചെയ്യാം. മൈനസ് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയാ റിസൾട്ട് പറഞ്ഞതെന്നൊക്കെ ട്രൈ ചെയ്യാം സ്ലൈസ് ചെയ്യുമ്പോൾ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതാണ് സ്ട്രിങ്ങിന്റെ ഒരു പ്രോപ്പർട്ടി. സ്ട്രിങ്ങിനെ നമുക്ക് either ഇൻഡെക്സ് ചെയ്ത് സിംഗിൾ ക്യാരക്ടർ നമുക്ക് പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ നമുക്ക് ഒരു സ്ട്രിംഗിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ ഈ a = 6 എന്നുള്ളത് നമുക്ക് വേറെ എത്രയ്ക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്യാം. b = എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. b = ഇനി b പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്റ്റ് എന്ന് കിട്ടും. കണ്ടില്ലേ? സ്ലൈസ് ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് അസൈൻ ചെയ്യാം, b എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. സോ b = ക്രൈസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ഇതപ്പോ ഒരു സ്ട്രിങ് വേരിയബിൾ പഠിച്ചു. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചേ? അരിത്തമെറ്റിക് അല്ലെങ്കിൽ എന്താ പറയാ, നമ്പർ വേരിയബിൾസ് പഠിച്ചു. നമ്പർ വേരിയബിൾസ്, ഇന്റ്, സ്ട്രിങ്. പറഞ്ഞോ. ഇപ്പൊ കോളേജിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിലോ? കോളേജിൽ നിന്ന് കിട്ടണ പറഞ്ഞുതരാം. അപ്പൊ എവിടെയാ നമ്മുടെ എ അല്ലേ? എ ആണ് ക്രൈസ്റ്റ് കോളേജ്. അപ്പൊ നമുക്ക് കോളേജ് വേണമെങ്കിൽ മൊത്തം എത്ര ക്യാരക്ടർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 ക്യാരക്ടർ ഉണ്ട്. ഓക്കെ, ആ 14 ക്യാരക്ടർ ഇപ്പൊ ഞാൻ എണ്ണി നോക്കിയിട്ടല്ലേ എടുത്തേ.
എണ്ണി നോക്കിയിട്ടല്ല കിട്ടിയത് എനിക്ക്. അതിന് പകരം നമുക്കൊരു സൂത്രപ്പണി ചെയ്താൽ മതി. LEN എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, ലെങ്ത് ഓഫ് എ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞുതരും. LEN ഓഫ് എ കണ്ടാ എത്ര ഉത്തരം കിട്ടിയേ? 14. ഒന്ന് ഈ ക്രൈസ്റ്റ് കോളേജ് എന്നുള്ള സ്ട്രിങ് എത്ര ലെങ്ത് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ എണ്ണി നോക്കണം. 1 2 3 4 എണ്ണണം. 14. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? LEN എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. ലെങ്ത്. LEN എന്തിനാണ്? ലെങ്ത് ഓഫ് എ കാണാൻ. മനസ്സിലായില്ലേ? അതുപോലെ ടൈപ്പ് ഓഫ് എ കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, ടൈപ്പ് കാണാൻ. ടൈപ്പ് ഓഫ് എ കണ്ടു കഴിഞ്ഞാൽ STR എന്ന് എഴുതും. STR മീൻസ് സ്ട്രിങ്. അതൊരു സ്ട്രിങ് ടൈപ്പ് വേരിയബിൾ ആണ്. അപ്പൊ LEN എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് കാണാനുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ കഴിഞ്ഞാൽ ബ്രാക്കറ്റ് വേണം, പാരന്തസിസ് വേണം. അതിന്റെ ഉള്ളിലാണ് നമ്മൾ ആർഗ്യുമെന്റ് എഴുതുക. അപ്പൊ LEN ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ എന്താണ് യൂസ്? ലെങ്ത് കാണലാണ് യൂസ്. സ്ട്രിങ്ങിന്റെ ആണെങ്കിൽ സ്ട്രിങ്ങിന്റെ കാണും, വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് കാണും. അത് ഞാൻ പിന്നെ പറയാം എന്താണ്. മനസ്സിലായില്ല? അപ്പൊ ആകെ 14 ക്യാരക്ടർ ആണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കോളേജ് മാത്രം കിട്ടണമെങ്കിൽ 1 2 3 4 5 6 7 8ാമത്തെ ക്യാരക്ടർ തൊട്ട് സ്ലൈസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ സ്ക്വയർ ബ്രാക്കറ്റ് 8:14 ഇടുക. കണ്ടില്ലേ? എ സ്ക്വയർ ബ്രാക്കറ്റ് 8:14 ഇടുക. അപ്പൊ 8 പോരാ, 7 തുടങ്ങണം. 7 തുടങ്ങി കഴിഞ്ഞാൽ കോളേജ് കിട്ടും. കണ്ടാ? എ 7:14 എഴുതി കഴിഞ്ഞാൽ കോളേജ് കിട്ടും. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാ 7 0 1 2 3 4 5 6 0 ഇങ്ങനെ നമ്മള് ഇൻഡെക്സ് തുടങ്ങി കഴിഞ്ഞാൽ 7ാമത്തെ ക്യാരക്ടർ ആണ് കോളേജിന്റെ C. അപ്പൊ 7:14 ഇട്ടാൽ കോളേജ് കിട്ടും. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി നിങ്ങൾ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോ നിങ്ങളെ 1 2 എക്സാമ്പിളെ പഠിപ്പിക്കുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് പല രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ചെയ്യുക, നാളെ ചെയ്യുക, ഒരു 2-3 ദിവസം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങോട്ട് തറയും. അത് പല രീതിയിലുള്ള ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിർത്തരുത് കേട്ടാ. അപ്പൊ നമുക്കിത് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഓർമ്മ വരൂല. നമ്മളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജോ മലയാളം ലാംഗ്വേജോ ഒക്കെ പഠിക്കുന്ന പോലെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ ഇപ്പൊ BSc കഴിഞ്ഞിട്ട് MCAക്കോ അല്ലെങ്കിൽ അങ്ങനെ പ്രോഗ്രാമിംഗ് ലെവലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ലോജിക്ക് അല്ലെങ്കിൽ ഈ റൂൾസ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ആകെയുള്ളത് നിങ്ങളിത് തറവായിട്ട് മനസ്സിലാക്കുക. റൂൾസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ വർക്ക് ചെയ്യുന്നത് ഒരു ഫുൾ സെറ്റ് ഓഫ് റൂൾസിലാണ്. ആ റൂൾസ് ഒരിക്കലും തെറ്റിക്കില്ല അത് കമ്പ്യൂട്ടർ. മനസ്സിലായില്ലേ? ഇനി നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോണത് വേറൊരു ടൈപ്പ് വേരിയബിൾ ആണ്. മനസ്സിലായില്ലേ? വേറെ ലാംഗ്വേജിലൊന്നും ഇല്ല. അത് പൈത്തണിലുള്ള ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആണ്. വേറെ ലാംഗ്വേജിൽ വേറെ ടൈപ്പ് ആണെന്ന് മാത്രം. നിങ്ങൾ ഏത് ലാംഗ്വേജ് പഠിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. കാരണം എനിക്ക് വേറെ കുറെ ലാംഗ്വേജസ് അറിയാം. ഒരു 5-10 ലാംഗ്വേജ് അറിയാം പ്രോഗ്രാമിംഗ്. ഞാൻ ഈ PGDCA പഠിച്ചപ്പോ പണ്ട് തൊട്ട് ബേസിക്, കോബോൾ, പാസ്കൽ, C, ഫോർട്രാൻ, വിഷ്വൽ ബേസിക്, അങ്ങനെ വിഷ്വൽ C, ജാവ, കുറെ ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ലാംഗ്വേജിനൊക്കെ വളരെ ഈസിയാണ് ഈ പൈത്തൺ ലാംഗ്വേജ്. ചെറിയ കുട്ടികൾക്ക് വരെ പഠിക്കാൻ പറ്റും. അത് നിങ്ങൾ തെറ്റിക്കരുത് ഒരിക്കലും. കാരണം ചെറിയ കുട്ടികൾ വരെ കറക്റ്റ് ആയിട്ട് ചെയ്യണതാണ് കാര്യങ്ങളാണ്. ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതങ്ങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ അങ്ങ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെയും ഇന്നും പ്രാക്ടീസ് ചെയ്യുക. പല കോമ്പിനേഷൻസ് കൊടുത്ത് നോക്കുക. പല രീതിയിൽ തെറ്റിച്ചും ഒക്കെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക്, ഓരോ കമാൻഡിന്റെ ലോജിക്ക് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോണത് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. ലിസ്റ്റ് ഇപ്പൊ പഠിച്ചത് സ്ട്രിങ് ടൈപ്പ് വേരിയബിൾ. ഓക്കെ, അടുത്തത് ലിസ്റ്റ് ടൈപ്പ് വേരിയബിൾ. അത് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ A = ഇഷ്ടമുള്ള പേര് കൊടുക്കുക,
സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ ഇഷ്ടമുള്ള ലിസ്റ്റ് കൊടുക്കുക. നമ്മളിപ്പോൾ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കൊടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ലിസ്റ്റ് ഓഫ് വാരിയബിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതാം. അപ്പൊ ഞാൻ 3,2,5, ഇൻഡിജറായി. ഇനി ഞാൻ വേണമെങ്കിൽ വേറൊരു ഫ്ലോട്ട് കൊടുക്കാം. 7.3 കൊടുത്തു. 4ാമത്തെ വേരിയബിൾ അത് ഫ്ലോട്ടാണ്. മനസ്സിലായ? ആദ്യത്തെ 3 ഇൻഡിജർ ആണ്, പിന്നത്തെ ഫ്ലോട്ട് ആണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രിങ്ങും കൊടുക്കാം. ഓക്കെ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ നമ്പർ കൊടുക്കാം. വേറെ എത്രയാണ്? 222 ഇഷ്ടമുള്ള തന്നെ ഇത് കൊടുക്കാം. മനസ്സിലായി? എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് അവസാനിപ്പിക്കാം. ഇപ്പൊ ഞാൻ എന്തൊക്കെയാ കൊടുത്തത്? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു എ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു ലിസ്റ്റ് ടൈപ്പ് വേരിയബിൾ ആണ്. എന്ത് വേരിയബിൾ ആണ്? ലിസ്റ്റ് വേരിയബിൾ ആണ്. സി ഒക്കെ ആണെങ്കിൽ ഇതിന് അരേ എന്നാണ് പറയാ, അരേ. പക്ഷെ അതിൽ അരയിൽ ഒരു വ്യത്യാസമുണ്ട്. അരയിൽ ഒരേ ടൈപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ ഇൻഡിജർ അരേ ആയിരിക്കണം, ഇൻഡിജേഴ്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റിയൽ ടൈപ്പ് അരേ ആയിരിക്കും, അതിൽ റിയൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സ്ട്രിങ് അത്ര ഈസി അല്ല, സിയിലൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ അത്ര ഈസി അല്ല. പക്ഷെ പൈത്തൺ നോക്കൂ, നിങ്ങൾക്ക് ഒരു ടൈപ്പ് തന്നെ ആവണമെന്നില്ല. ഒരു ലിസ്റ്റില് ഒരു ടൈപ്പ് തന്നെ വേണമെന്നില്ല. ഇതൊരു ലിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് ടൈപ്പ് ആണ്. ഇത് ഇൻഡിജർ ആണോ, ഫ്ലോട്ട് ആണോ, സ്ട്രിങ് ആണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അത് മൂന്നുമല്ല, ഇതൊരു കോമ്പൗണ്ട് ടൈപ്പ് ഡാറ്റയാണിത്. കേട്ടില്ലേ? ഇൻഡിജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിൽ. അപ്പൊ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് വേരിയബിൾ ആണ്? ഒരു കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് ആണ്. കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ്. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ഇതിന് ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈപ്പ് ഓഫ് എ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ടൈപ്പ് ചോദിക്കുമ്പോൾ പാരാന്തസിസ് ആണ് ഇടുക കേട്ടാ. ലിസ്റ്റിന് സ്ക്വയർ ബ്രാക്കറ്റും പറയണ സ്ഥലം പാരാന്തസിസും പറയണ സ്ഥലം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അത് തെറ്റിക്കരുത്, അങ്ങനെ ഇടും. അപ്പൊ ടൈപ്പ് ഓഫ് എ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എഴുതി കാണിക്കുക ലിസ്റ്റ് എന്നാണ്. മനസ്സിലായോ? ഈ എ എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ടൈപ്പ് കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് ആണത്. കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് ആണ്. ഇപ്പൊ ഇതിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട് അല്ലെ? 3 എന്താ പറയാ, 3 ഇൻഡിജർ ഉണ്ട്. ആദ്യത്തെ 3 ഇൻഡിജർ ആണ്, പിന്നെ ഒരു ഫ്ലോട്ട് ആണ്, പിന്നെ ഒരു സ്ട്രിങ് ആണ്, പിന്നെ വീണ്ടും ഒരു ഇൻഡിജർ ആണ്. മനസ്സിലായില്ലേ? 1, 2, 3, 4, 5, 6 6 ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 6 നിങ്ങൾ എണ്ണാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ഉപയോഗിച്ചാൽ മതി? len ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. ലെങ്ത് ചോദിച്ചാൽ മതി, ലെങ്ത് ഓഫ് എ എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ 6 എന്ന് പറയും. 6 ഐറ്റംസ് ഉണ്ട് അതിൽ. ക്ലിയർ ആണോ? 6 ഐറ്റംസ് ഉണ്ട്. ഈ ലിസ്റ്റ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ പൈത്തണില്. നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായി. കാരണം ഈ എല്ലാ സംഭവങ്ങളും അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പല ടൈപ്പ് സംഭവങ്ങൾ ഒരു വാരിയബിളിൽ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു തരും. ഈ കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് ആയ ലിസ്റ്റിൽ എത്ര ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞു തരും. 6 എണ്ണം ഉണ്ട്. ഓക്കെ. ഇത് ഞാൻ നേരത്തെ സ്ട്രിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ അതുപോലെ തന്നെയാണ് ഇത് ഇൻഡെക്സ് ചെയ്യുന്നത്. ഇൻഡെക്സ് ചെയ്യുക, അതായത് ഇപ്പൊ 3ന്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആദ്യത്തെ 3 അല്ലേ? 3ന്റെ ഇൻഡെക്സ് 0 ആയിരിക്കും, 2ന്റെ ഇൻഡെക്സ് 1 ആയിരിക്കും, 5ന്റെ ഇൻഡെക്സ് 3 ആയിരിക്കും, 7.3യുടെ 0, 1, 2, 3 ആയിരിക്കും. 7.3യുടെ ഇൻഡെക്സ് 3 ആയിരിക്കും, പിന്നെ 4 ആയിരിക്കും, 5 ആയിരിക്കും. അപ്പൊ എയുടെ ഇൻഡെക്സ് എങ്ങനെയാണ്? സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങണമെങ്കിൽ 0, 1, 2, 3, 4 അത്രയും വരെ പോകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണിച്ചു തരാം. റൈറ്റ് സൈഡിൽ തുടങ്ങുകയാണെങ്കിൽ മൈനസ് വരും. ഇപ്പൊ നമ്മൾ എ സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എന്നിട്ട് കഴിഞ്ഞാൽ എന്ത് എഴുതി കാണിക്കും? 3 എന്ന് കാണിക്കും. മനസ്സിലായ? A1 പറഞ്ഞാൽ 2 കാണിക്കും, A2 പറഞ്ഞാൽ 5 കാണിക്കും, A3 പറഞ്ഞാൽ 7.3 കാണിക്കും,
A4 പറഞ്ഞാൽ ക്രൈസ്റ്റ് കാണിക്കും, സ്ട്രിങ് കാണിക്കും. ഇൻഡെക്സിങ് മനസ്സിലായില്ലേ? ഇതിനെയാണ് ഇൻഡെക്സിങ് എന്ന് പറയാ. ഇൻഡെക്സിങ്, ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. സി ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, സിയിലും അതെ, അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ലിസ്റ്റിന് ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും എടുക്കാം. ഞാൻ എത്രയും വേഗം പ്രോഗ്രാമിങ്ങിലേക്ക് പോകാൻ ഉദ്ദേശിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ ലിസ്റ്റിനെ ഇതുപോലെ ഇൻഡെക്സ് ചെയ്യാം. ഓരോ ലിസ്റ്റ് ഐറ്റംസിനെയും നമുക്ക് വേറെ വേറെ എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ആണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ബി ഈക്വൽ ടു എ എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പൊ ബി എന്തായി? ബിയും ഒരു ലിസ്റ്റായി. കണ്ട, ഒരു ലിസ്റ്റിനെ എ എന്ന് പറഞ്ഞ ലിസ്റ്റിനെ ബി എന്ന് പറഞ്ഞ ലിസ്റ്റിലേക്ക് കോപ്പി ചെയ്യാം. ഇപ്പൊ എ അടിച്ചാലും നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും, ബി അടിച്ചാലും അത് തന്നെ കിട്ടും. മനസ്സിലായ? ക്ലിയർ അല്ലേ? ഈ ലിസ്റ്റിന് നമുക്ക് ഒരുപാട് മാനിപ്പുലേഷൻസ് ചെയ്യാം. ലിസ്റ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇൻസെർട്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. ഓരോ ഐറ്റം ബൈ ഐറ്റം നമുക്ക് എടുക്കാൻ പറ്റും, പ്രോസസ് ചെയ്യാൻ ഒക്കെ പറ്റും. അപ്പൊ ഇത് പഠിച്ചല്ലോ. ഇത് വേറെ ഒരു ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ വേരിയബിൾസ് പഠിച്ചു? ഇൻറ്റിജർ പഠിച്ചു, ഫ്ലോട്ട് പഠിച്ചു, കോംപ്ലക്സ് പഠിച്ചു, പിന്നെ അതൊക്കെ നമ്പേഴ്സ് ആണ്. പിന്നെ പഠിച്ചത് സ്ട്രിങ് ഓപ്പറേറ്റർ പഠിച്ചു, സ്ട്രിങ് വേരിയബിൾ പഠിച്ചു, സ്ട്രിങ് വേരിയബിൾ. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു, ഇൻഡെക്സിങ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ലിസ്റ്റ് ടൈപ്പ് വേരിയബിൾ. പൈത്തണിൽ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ ആണ്. ഇൻറ്റിജറും ഫ്ലോട്ടൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ് ലിസ്റ്റ് വേരിയബിൾ, ലിസ്റ്റ് ടൈപ്പ് വേരിയബിൾ. ഓക്കെ. അപ്പൊ ഇതിൽ ഞാനൊരു ഇനി റൈറ്റ് സൈഡിൽ നിന്നുള്ള കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഇതാണ് എ, അത് കാണിച്ചില്ല. എ ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? സോറി, ഈ ബ്രാക്കറ്റ് അല്ല, സ്ക്വയർ ബ്രാക്കറ്റ്. എ -1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് ലാസ്റ്റത്തെ നമ്പർ കിട്ടും. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇൻഡെക്സ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ -1, -2 അങ്ങനെ നിങ്ങൾക്ക് ഇൻഡെക്സ് ചെയ്തെടുക്കാം. എ -2 എന്നാണെങ്കിലോ ക്രൈസ്റ്റ് വരും. അങ്ങനെ -3, -4 അങ്ങനെ പോകാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇൻഡെക്സ് ആണെങ്കിൽ 0, 1, 2, 3. റൈറ്റ് സൈഡിൽ നിന്നാണെങ്കിൽ -1, -2, -3 എന്നാണ് ഇൻഡെക്സിങ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഇൻഡെക്സിങ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇൻഡെക്സിങ് ക്ലിയർ അല്ലേ? ഓക്കെ സർ, ക്ലിയർ. ഓക്കെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ വെറുതെ ഇപ്പൊ ഞാൻ പറയാം, സി ഈക്വൽ ടു വെറുതെ എങ്ങനെ ഇട്ടെന്ന് ചോദിച്ചോ. സ്ക്വയർ ബ്രാക്കറ്റ് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതൊരു സി എന്ന് പറയുന്നത് ഒരു എംപ്റ്റി ലിസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ടൈപ്പ് ഓഫ് സി ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് എന്നാ കാണിക്കാം. പക്ഷെ അതിലൊന്നുമില്ല, കാരണം അതിൽ ഒരു എംപ്റ്റി ലിസ്റ്റ് ആണ് അത്. ഓക്കെ. ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ എംപ്റ്റി ലിസ്റ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഓരോ ഐറ്റംസിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇതിനെ ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ. ഇതിന്റെ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ 0 ആയിരിക്കും, ഒന്നുമില്ല. ലെങ്ത് ഓഫ് സി ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ 0 ആണ്, ഒന്നുമില്ല അതിൽ. ലെങ്ത്തിൽ ഐറ്റംസ് ഒന്നുമില്ല, 0 കാണിക്കും. അപ്പൊ ഞാൻ ഇതിനെ ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഒരു ഐറ്റം ആഡ് ചെയ്ത് നോക്കാം. ഒരു എംപ്റ്റി ലിസ്റ്റിലേക്ക് എങ്ങനെ ഒരു ഐറ്റം ആഡ് ചെയ്യാം എന്ന് നോക്കാം.
അപ്പൊ ഞാൻ ഒരു സി ഇൻഡെക്സ് ഇട്ടുവിടും. C0 ഈക്വൽ ടു ഒരു നമ്പർ കൊടുക്കുക, 3 എന്ന് കൊടുത്തു. C0 ഈക്വൽ ടു 3 എന്ന് കൊടുത്തു. അപ്പൊ അത് എററായി. അത് അങ്ങനെയല്ല കൊടുക്കുക. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഒരു എലമെന്റിനെ ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ ആഡ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഫസ്റ്റ് എലമെന്റ് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, എററാണ് കാണിക്കുന്നത്. കണ്ടില്ല, C0 ഈക്വൽ ടു 3 എന്ന് കൊടുത്താൽ എററാണ് കാണിക്കുക. ഇതിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ ആഡ് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഫംഗ്ഷനാണ്. ഇപ്പൊ ഇത് സി അല്ലേ, സി ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നുമില്ല, എം ടി ലിസ്റ്റ് ആണ്. സി ഡോട്ട് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഒരു മെമ്പർ ഓപ്പറേഷൻ ആണ്. സി ഡോട്ട് അപ്പൻഡ് എന്ന് കൊടുക്കുക. സി ഡോട്ട് അപ്പൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നർത്ഥം. സി ഡോട്ട് അപ്പൻഡ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്പൻഡ് ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ പാരന്തസിസ് ഇടണം. പാരന്തസിസിൽ നമ്മൾ ഇഷ്ടമുള്ള ഒരു നമ്പർ ഇടുക, 3.8 എന്നോ എന്തെങ്കിലും ഒരെണ്ണം ഇടുക. കണ്ടില്ലേ, സി ഡോട്ട് അപ്പൻഡ് 3.8 എന്ന് ഇടുക. ഇപ്പൊ അത് അപ്പൻഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ സി ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, അതിലേക്ക് ആ ലിസ്റ്റിലേക്ക് ആയി അത്. കണ്ട,